ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജപ്പാനിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പുരോഹിതൻ പ്രധാനമന്ത്രി മോദിക്ക് ഒരു പാവയെ സമ്മാനമായിട്ട് നൽകി. എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിന്? അല്ല, ഈ പാവ അത്ഭുതകരമായ പാവയാണ്, അത്ഭുതങ്ങൾ കൊണ്ടുവരുന്ന പാവയാണ്. അത് മാത്രമല്ല, ഇന്ത്യയുമായിട്ട് അതിന് ബന്ധമുണ്ട്. കാരണം ജപ്പാൻകാരുടെ വിശ്വാസവുമായി വളരെ രൂഢമൂലമായ ബന്ധമുള്ളൊരു പാവയാണ്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തത് ജപ്പാൻ ഇന്ത്യക്ക് കൊടുക്കുന്നൊരു സന്ദേശമാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു 5-ാം നൂറ്റാണ്ടിലെ കാര്യം പറഞ്ഞു കൊള്ളണം. 5-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജകുടുംബത്തിലെ 3-ാമത്തെ രാജകുമാരൻ കാഞ്ചീപുരത്ത് നിന്ന്, തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് നിന്ന്, നോക്കൂ, സൗത്ത് ഇന്ത്യയിൽ നിന്ന് മോദി ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഈ തമിഴ്നാട്ടിൽ നിന്ന് ഈ പല്ലവ രാജകുടുംബത്തിലെ 3-ാമത്തെ രാജകുമാരനായ ബോധിധർമ്മൻ, കേട്ടിട്ടുണ്ടാവും, ബോധിധർമ്മൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിലെ കളരിപ്പയറ്റിൻ്റെ പിതാവ് ബോധിധർമ്മൻ എന്നാണ് പറയുന്നത്. കുങ്ഫു ഉണ്ടല്ലോ, ഷാവോലിൻ കുങ്ഫു കണ്ടുപിടിച്ചത് ബോധിധർമ്മനാണ്. ബോധിധർമ്മൻ കാഞ്ചീപുരത്ത് നിന്ന് യാത്ര ആരംഭിച്ച് ചൈനയിലെത്തി. ചൈനയിൽ ലാവോസുവിൻ്റെ താവോ മതമുണ്ടല്ലോ, താവോ മതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് പഠിച്ച്, ചിലർ പറയുന്നുണ്ട് ഈ ലാവോത്സു തന്നെ ബോധിധർമ്മനാണെന്ന് പറയുന്ന ആളുകൾ പോലും ഉണ്ട്. പക്ഷെ ആധികാരികമല്ല, ഒരു പല വെർഷനുകളിലൊന്നാണ്. അപ്പോൾ ലാവോസുവിൻ്റെ താവോ മതവും ബുദ്ധമതവും കൂടെ സന്നിവേശിപ്പിച്ച് സെൻ ബുദ്ധിസം, ധ്യാനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സെൻ ബുദ്ധിസം ഉണ്ടാക്കിയത് ബോധിധർമ്മനാണ്. എവിടുന്ന് പോയ ആൾ? കാഞ്ചീപുരത്ത് നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ചൈന വഴി പോയി അവിടെ സെൻ ബുദ്ധമതം ഉണ്ടാക്കി അതുമായി ജപ്പാനിലെത്തിയ ആളാണ് ആര്? ബോധിധർമ്മൻ. നോക്കൂ, ഇപ്പോൾ ജിയോ പൊളിറ്റിക്സിലുണ്ടാകുന്ന മാറ്റം, ഇന്ത്യ, ചൈന, ജപ്പാൻ, അല്ലേ? അതെ. അപ്പോൾ അവിടെ ജപ്പാനിൽ ചെല്ലുമ്പോൾ നമ്മളല്ലത് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജപ്പാനിലെത്തിയപ്പോൾ പുതിയ ലോകക്രമത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും ചൈനയും ജപ്പാനും തമ്മിലുള്ള ബന്ധവും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പാവ, ദാരുമ ഡോൾ എന്നാണ് പറഞ്ഞത്. ധർമ്മ ഡോൾ എന്ന് പറയാം. ബോധിധർമ്മൻ്റെ ബോധിധർമ്മനെ ജപ്പാൻകാർ വിളിക്കുന്നത് ദാരുമ എന്നാണ്. ഈ പേപ്പർ മെഷീൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാവയാണ്. ഈ പാവയ്ക്ക് ഉള്ളു പൊള്ളയാണ്, അടിഭാഗം പരന്നാണ്, കാലുകളില്ലാത്തതിൻ്റെ കാരണം ഇത് ബോധിധർമ്മൻ്റെ പ്രതീകമാണ്. ബോധിധർമ്മൻ സാസൻ എന്ന് പറയുന്നവരുടെ ധ്യാനമുണ്ട്. ഈ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബോധിധർമ്മന് അദ്ദേഹത്തിൻ്റെ ലിംസ്, കാലുകൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പാവയ്ക്ക് കാലുകളില്ല, 2 കണ്ണുകളുണ്ട്. ഈ ആ പാവയെ സംബന്ധിച്ചുള്ള ഒരു ജാപ്പനീസ് വിശ്വാസമുണ്ട്. നാനാ കൊറോബി യോക്കി എന്നാണ് പറയുന്നത്. നാനാ കൊറോബി യോക്കി എന്ന് പറഞ്ഞാൽ ഫാൾ ഡൗൺ 7 times, ഗെറ്റ് അപ്പ് 8. 7 തവണ വീണു, പക്ഷേ 8 തവണയും എണീറ്റ് വന്നു. നോക്കൂ, ഇന്ത്യക്ക് നേരെ അമേരിക്ക വലിയ ഉപരോധം ഉണ്ടാക്കി ഇന്ത്യയെ ഞെരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ജപ്പാനിലെ ഷോറിസൻ ദാരുമാജി ടെമ്പിളിലെ മുഖ്യ പുരോഹിതനായ സിഷി ഹിറോസി നൽകിയിരിക്കുന്ന ഈ ദാരുമ ഡോളിൻ്റെ ആപ്തവാക്യം തന്നെ, വിശ്വാസം തന്നെ, ഫാൾ ഡൗൺ 7 times, ഗെറ്റ് അപ്പ് 8. 7 തവണ വീണിട്ട് 8 തവണ എണീറ്റ് നിന്നവൻ. അതാരാണ്? ഇന്ത്യ ഒരുപാട് വീണിട്ടുണ്ട് മുഗളന്മാരുടെ കാലത്ത്, ബ്രിട്ടീഷുകാരുടെ കാലത്ത്, അല്ലേ? വൈദേശിക ആക്രമണങ്ങൾക്ക് ഒരുപാടുണ്ടായി. ഇപ്പോൾ അമേരിക്ക ആക്രമിക്കുകയാണ് നമ്മളെ, ആയുധം കൊണ്ടല്ല, സാമ്പത്തികമായി നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പിന്നെ വീഴാൻ പോകും. പക്ഷേ നമ്മൾ വീണാൽ 7 തവണ വീണാൽ നമ്മൾ 8 തവണ എണീക്കും. അപ്പം സമ്മർദ്ദം കൊണ്ട് ഇങ്ങനെ ഇടിച്ചു താഴ്ത്താനായിട്ട് സാധിക്കുമ്പോൾ അപ്പോഴാണ് ദാരുമ ഡോളിൻ്റെ ആപ്തവാക്യം തന്നെ എന്താണ്? 7 തവണ വീണാൽ 8 തവണ എടുത്തെറിഞ്ഞേക്കും എന്ന് പറയുന്ന ഈ പ്രതിമ, ഈ പാവ, അവിടുത്തെ ചീഫ് പ്രീസ്റ്റ്, മുഖ്യ പുരോഹിതൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തന്നിരിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാനാ കൊറോബി യോക്കി, അതായത് 7 തവണ വീണാൽ 8 തവണ എണീക്കും. പണ്ട് ഈ KGF സിനിമയെ പറയുന്നത്, ഞാൻ 7 പേരെ അടിച്ചിട്ടാണ് ഇവിടെ വന്നത്, പക്ഷെ ഞാൻ അടിച്ച 7 പേരും 7 ഡോണുകളായിരുന്നു എന്ന് പറയുന്നത് പോലെ 7 തവണ നിങ്ങൾ വീഴ്ത്തിയാൽ 8 തവണ എണീറ്റ് വരും. ഇന്ത്യ എന്നതിൻ്റെ പ്രതീകമായി ജപ്പാൻ, അവരുടെ ആത്മീയ ആചാര്യൻ നമുക്ക് തന്നിരിക്കുന്നത് ദാരുമ ഡോളാണ്. ഈ ദാരുമ ഡോളിന് എൻ്റെ പ്രത്യേകത, ദാരുമ ഡോളിൻ്റെ പുരികമുണ്ടല്ലോ, പുരികമുണ്ട്, താടിയുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ പറയാം. നമുക്ക് അത് വലിയ വിശ്വാസമാണ്, ജപ്പാൻകാരുടെ വളരെ വിശ്വാസമാണ്. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ദാരുമ ഡോൾ കിട്ടിയാൽ സാധിക്കുമെന്നാണ്. ഒരു അമ്പലത്തിൽ പോയി ദാരുമ ഡോൾ വാങ്ങി വീട്ടിൽ വെക്കും. അതിൻ്റെ പുരികം
കൊക്കിനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ താടി ആമയുടെ വാലിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നു. കാരണം ഇവരുടെ വിശ്വാസപ്രകാരം ഈ പ്രത്യേകതരം ക്രെയിൻ, കൊക്ക് അല്ലെങ്കിൽ ആമയുടെ വാല് വെക്കാൻ കാരണം ഈ രണ്ട് ജീവികളും 1000 വർഷം ജീവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 1000 വർഷം ആയുസ്സുണ്ട് എന്ന് കാണിക്കുന്ന, അതായത് 10 നൂറ്റാണ്ട് ജീവിക്കാൻ പോകുന്ന ആളാണ് നരേന്ദ്രമോദി എന്നതിൻ്റെ പ്രതീകം കൂടിയാണ് ഈ ദാരുമ ഡോൾ. ഇനി തീർന്നില്ല, അതിൻ്റെ വിശ്വാസം എങ്ങനെയാണെന്നറിയോ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഭാഗ്യം നമുക്കുണ്ടാവും. അതിലെഴുതി ഫ്യൂറി എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെ. ഫ്യൂറി എന്ന് പറഞ്ഞാൽ ഹിയർ ഈസ് ദ ഹാപ്പിനെസ്, സന്തോഷം ഇവിടെയാണ്. അപ്പോൾ ഇന്ത്യക്ക് സന്തോഷം വരാൻ പോകുന്നു, ഇന്ത്യക്ക് സന്തോഷം ഉണ്ടാവട്ടെ എന്നൊരു മെസ്സേജും കൂടിയുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് നമുക്കൊരു ലക്ഷ്യം, ഈ പാവ കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? അതിന് കണ്ണുകളുടെ സ്ഥാനത്ത് കൃഷ്ണമണി ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ആ പാവയുടെ ഒരു കണ്ണിന് കറുത്ത നിറം അടിക്കണം. അത് കഴിഞ്ഞ് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ 2 കണ്ണും കറുപ്പ് നിറം ആക്കണം. എന്നിട്ട് ഇത് സ്ഥിരമായി വീട്ടിൽ വെക്കാൻ പറ്റില്ല. എല്ലാ വർഷം കഴിയുമ്പോൾ പുതുവർഷത്തിൻ്റെ തലേന്ന് ഇത് ഏത് ക്ഷേത്രത്തിൽ നിന്നാണോ വാങ്ങിച്ചത് അവിടെ തിരിച്ചു കൊണ്ടുവരണം. ഒറ്റ വർഷത്തിനുള്ളിൽ. അതായത് പുതുവർഷത്തിന് മുമ്പ്, പുതുവർഷത്തിൽ വാങ്ങും, പുതുവർഷത്തിൻ്റെ തലേന്ന് തിരിച്ച ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ ആചാരപരമായി ഈ ദാരുമ ഡോൾസ് എല്ലാം കൂട്ടിയിട്ട് കത്തിക്കും. സംസ്കരിക്കുക. അങ്ങനെ സംസ്കരിക്കും. എന്നിട്ട് പുതിയ ദാരുമ ഡോളും പുതിയ ആഗ്രഹങ്ങളും പുതിയ സ്വപ്നങ്ങളുമായിട്ട് അവർ വീണ്ടും തിരിച്ചു പോകും. അങ്ങനെയാണ് ഈ ദാരുമ ഡോളിൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്ത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചർ ചൈനയുമായി ബന്ധമുണ്ട്. ചൈനയും ഇന്ത്യയും ജപ്പാനുമായി ബന്ധമുണ്ട്. ഇതിനെ വെളിവാക്കുന്ന ഒരു സന്ദേശം. രണ്ടാമത്തത്, വീണ്ടും പറയുന്ന പോലെ, നമ്മൾ ഈ തമിഴ്നാട്, നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. പാർലമെന്റ് ആവട്ടെ, ചെങ്കോലാവട്ടെ, അല്ലേ? തമിഴ്നാട്ടിൽ നിന്നുള്ള പൂജാരിമാർ, അവിടുത്തെ സംസ്കാരം തമിഴാണ്, എല്ലാ ഭാഷകളുടെ അമ്മയെന്ന് പറയുന്നു. ഇപ്പൊ നോക്കൂ, അവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് മുരുകയുഗത്തിന്റെ കാര്യം ഓർക്കുന്നത്, അല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് മുരുകയുഗം വരികയാണ് എന്നൊക്കെ പറയുന്ന നമ്മുടെ LMRK രജിത് കുമാറൊക്കെ പറയുന്ന മുരുകയുഗം വരുന്നു. തമിഴ് കൾച്ചറിന് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നു. ഇനി വേറൊരു വർഷം കൂടിയുണ്ട്. പല ഐതിഹ്യങ്ങളുണ്ടല്ലോ. ഈ പഴനിമലയിൽ മുരുകൻ്റെ വിഗ്രഹം സ്ഥാപിച്ചത് 18 സിദ്ധന്മാരിൽപ്പെടുന്ന ഭോഗറാണ്. ഈ ഭോഗർ ബോധിധർമ്മനാണെന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇത് ചൈനയിൽ നിന്നെത്തി, ജപ്പാനിലെത്തി, ചൈനയിൽ നിന്ന് ബോധിധർമ്മൻ, പല കഥകളാണ്. ബോധിധർമ്മൻ ലാവോത്സുവായിട്ടുള്ള അതിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ പഠിച്ച്, ഇത് ലാവോത്സു ആണെന്ന് പറയുന്നവരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു കാവൽക്കാരൻ ചോദിച്ചു, അങ്ങ് പോവുകയാണോ, ഇവിടെ നിന്ന് പോവുകയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പലതവണ ഇന്ത്യയിൽ നിന്ന് ചൈനയിലെത്തി, ജപ്പാനിലെത്തി, വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ പോകുന്നു എന്നറിഞ്ഞിട്ട് അങ്ങ് പോവരുതെന്ന് പറയുകയും അദ്ദേഹം കൊലപ്പെടുത്തി. അദ്ദേഹം ഉണ്ടെങ്കിൽ രാജ്യത്തിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവും, അതുകൊണ്ട് അദ്ദേഹത്തെ കൊന്നവിടെ കുഴിച്ചിട്ടു എന്നും ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ആധികാരികത അറിയില്ല. ഏതായാലും ബോധിധർമ്മനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ കാരണം വളരെ പെട്ടെന്നായതുകൊണ്ട് എനിക്ക് ഒരുപാട് റെഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. ഏതായാലും നമുക്ക് ബോധിധർമ്മനെക്കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. ശരിക്കും നമ്മുടെ സംസ്കാരമായിട്ട് ഇഴുകി ചേർന്ന്. അതെ. ഇത് എന്തൊക്കെയായാലും ഇപ്പം ഈ ടക്കാസാക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോറിസൻ ദാരുമാജി ടെമ്പിളുള്ള നാഗസാക്കി എന്നൊക്കെ പറയുന്നത്. ടക്കാസാക്കിയിലെ പുരോഹിതനാണ് ഈ ദാരുമ ഡോൾ പ്രധാനമന്ത്രിക്ക് കൊടുത്തത്. അപ്പോൾ അതിലൂടെ കൊടുക്കുന്നൊരു സന്ദേശം ഇപ്പോൾ വർത്തമാനകാല ജിയോ പൊളിറ്റിക്സിൽ വലിയ സന്ദേശമാണ്. അമേരിക്കയും ജപ്പാനുമായിട്ടുള്ള ബന്ധം അത്ര നല്ലതല്ല, അമേരിക്ക വല്ലാതെ ആശ്രയിച്ചിരിക്കുന്ന രാജ്യമാണ്. എന്നാൽ പോലും അത്രയ്ക്ക് നല്ലതല്ല. ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ബ്രിക്സിൽ ചേരാനായിട്ട് ജപ്പാന് താല്പര്യമുണ്ട്. ഇന്ത്യയോട് കൂടെ അടുപ്പം, ഇന്ത്യയിൽ വലിയ നിക്ഷേപം നടത്താൻ ജപ്പാൻ തയ്യാറായിട്ടുണ്ട്. വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ജപ്പാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത ഔദ്യോഗിക സ്വീകരണത്തിൽ ഇത്രമാത്രം അർത്ഥവ്യാപ്തിയുള്ള ദാരുമ ഡോൾ അല്ലെങ്കിൽ ധർമ്മപാവ, ബോധിധർമ്മൻ്റെ പാവ തന്നെ കൊടുത്തതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്കൊരു വല്ലാത്തൊരു മെസ്സേജ്. കാരണം ഇന്ത്യയെ ആര് വീഴ്ത്താൻ ശ്രമിച്ചാൽ, നിങ്ങൾ 7 പ്രാവശ്യം അടിച്ചാൽ 8 പ്രാവശ്യം ഞങ്ങൾ തിരിച്ചു വരും. 8ാമത്തെ പ്രാവശ്യം നമുക്ക് എതിരാളിയില്ല. ഇപ്പോൾ നോക്കൂ, ഈ ലോകത്തിലെ വളരുന്ന ശക്തികളിൽ ഇന്ത്യ 4ാം സ്ഥാനം, 3ാം സ്ഥാനം, ഇന്ത്യ 2ാം സ്ഥാനത്തെത്തും എന്നുവരെ ഉള്ള പ്രവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് പോയ, കാഞ്ചീപുരത്തു നിന്ന് പോയ നമ്മുടെ ബോധിധർമ്മൻ കൊടുത്ത ഒരു മെസ്സേജ്
ജപ്പാൻ ഔദ്യോഗികമായി ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചില സാധനങ്ങൾ ഒരുപാട് വാചകങ്ങൾ പറയുന്നതിനേക്കാളും വിശദമായി നമ്മളോട് സംസാരിക്കും ഒരു ചിത്രം, അല്ലേ? അതെ. എന്ന് പറയുന്ന പോലെ ഒരുപാട് ജപ്പാൻ ഇങ്ങനെ നമ്മളോട് ഞങ്ങൾ ഇന്ത്യയുടെ കൂടെയാണ്, ഇന്ത്യ വലിയ രാജ്യമാണ്, ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല, എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കും, ഇന്ത്യയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും, ഇന്ത്യ ലോകത്തിൻ്റെ നായകനാകും എന്നൊന്നും പ്രസംഗിക്കണ്ട. ഒരു ദാരുമാ ഡോൾ എടുത്ത് അങ്ങ് കൊടുത്താൽ മതി. ദാരുമാ ഡോൾ എന്താണ്, അതിൻ്റെ മീനിങ് ഡീകോഡ് ചെയ്യുമ്പോൾ അത്ഭുതകരമായ സിദ്ധികളുള്ള, ഇന്ത്യയിൽ വേരുകളുള്ള ഒന്നാണത്. അപ്പോൾ ആ ദാരുമാ ഡോൾ പ്രധാനമന്ത്രിക്ക് കിട്ടി. പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ ഒരു ബാധ്യതയാണ്. ഈ ദാരുമാ ഡോൾ സൂക്ഷിച്ചു വെക്കണം. മോദി കൊണ്ടുപോയി അതിൻ്റെ ഒരു കണ്ണ് വരയ്ക്കുമോ? എന്നിട്ട് മോദി ഉദ്ദേശിക്കുന്ന പോലെ ലോകത്തിൻ്റെ നെറുകയിൽ വിശ്വഗുരുവായി ഇന്ത്യ എത്തുമ്പോൾ രണ്ടാമത്തെ കണ്ണും വരച്ചിട്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കുമോ? ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും വർഷാവസാനമാകുമ്പോൾ ഈ ദാരുമാ ഡോൾ ജപ്പാനിലെ ടക്കാസാക്കിയിലുള്ള ഈ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിക്കണം. എന്നിട്ട് പുതിയൊരു ഡോൾ വാങ്ങേണ്ടി വരും. അപ്പോൾ ഏതായാലും ജപ്പാൻകാർ ഇന്ത്യയുടെ അഭിവൃദ്ധി, ഇന്ത്യയുടെ ഔന്നത്യം, ഇന്ത്യയുടെ പ്രാമാണികത്വം ഇതിനെയൊക്കെ അംഗീകരിക്കുന്നു. ഞങ്ങൾ ഇന്ത്യൻ സംസ്കാരവുമായി അഭേദ്യമായ ബന്ധം ഞങ്ങൾക്കുണ്ട്. അതെങ്ങനെ? ചൈന വഴി ഇന്ത്യക്കുണ്ട് എന്ന് തെളിയിക്കണം. അപ്പോൾ ഇന്ത്യ ചൈന ജപ്പാൻ ബന്ധം ഭാവിയുടെ ലക്ഷ്യമാണെന്ന് വിളിച്ചു പറയുകയാണ് ജപ്പാൻ സർക്കാർ നരേന്ദ്രമോദിക്ക് കൊടുത്ത ദാരുമാ ഡോളിലൂടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.